ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂയന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിരി സംഭൂതൻ രാമാംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 157 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ 30ഓളം സർഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ പല ചാരന്മാരെയും രാവണൻ വാനരൻ്റെ സൈന്യത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി അയക്കുന്നു. അവർ പക്ഷികളുടെയൊക്കെ രൂപത്തിലും പല രൂപത്തിലും ചെന്ന് അറിഞ്ഞു വന്നതും ഒക്കെ പ്രതിപാദിച്ചു കഴിഞ്ഞു. 31ാമത്തെ സർഗത്തിൽ പറയുന്നത് ഇങ്ങനെ ചർച്ചകളും ചാരന്മാരെ നിയോഗിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കെ തന്നെ രാവണൻ പ്രധാനപ്പെട്ട മന്ത്രിമാരായിട്ട് ചില കാര്യാലോചനകളൊക്കെ ചെയ്തു. അവരൊക്കെ പിരിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷം മായാവിദ്യക്കാരനായ വിദ്യുജ്യുഹനെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ രാവണൻ വിചാരിക്കുന്നത് വലിയൊരു യുദ്ധത്തിൽ അനവധി ആൾനാശം ഉണ്ടാക്കിയിട്ട് വിജയം വരിക്കുന്നതിനേക്കാൾ നല്ലത് സാമർഥ്യം കൊണ്ട്, മായാപ്രയോഗം കൊണ്ട് സീതയെ വഞ്ചിക്കാം. അങ്ങനെ സീതയെ വഞ്ചിച്ചിട്ട് അവളെ പ്രാപിക്കാമെന്ന്. അവന് യുദ്ധം കൂടാതെ കഴിയും. വീണ്ടും യുദ്ധം വന്നാലും വേണ്ടില്ല, തൽക്കാലം സീതയെ പ്രാപിക്കാനുള്ള ആ കാമാവേശം കൊണ്ട് ബാക്കി വിഷയങ്ങളൊക്കെ പിന്നീടാവാം. അപ്പോൾ അവളെ പ്രാപിക്കാൻ വേണ്ടിയുള്ളൊരു വിദ്യ രാമൻ വധിക്കപ്പെട്ടു എന്ന് വ്യാജമായി അവളെ ധരിപ്പിക്കാൻ. അതിനുവേണ്ടിയാണ് വിദ്യുജ്യുഹനെ വിളിച്ചത്. വിദ്യുജ്യുഹനോട് പറഞ്ഞു, നീ മായ കൊണ്ട് ഈ ശ്രീരാമൻ്റെ ശിരസ്സും അതേപോലെ അദ്ദേഹത്തിൻ്റെ വില്ലും കൃത്രിമമായി നിർമ്മിക്കണം. അത് സീതയെ കാണിച്ചിട്ട് രാമൻ വധിക്കപ്പെട്ടു കഴിഞ്ഞു, അതുകൊണ്ട് നിൻ്റെ ഈ വ്രതവും നിൻ്റെ അവന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വെറുതെയാണ്, എന്നെ പ്രാപിച്ചോളൂ എന്ന് അവളോട് പറയണം. അത് ഞാൻ പറയും, നീ ആ സമയത്ത് രാമൻ്റെ ശിരസ്സും വില്ലുമൊക്കെ പ്രദർശിപ്പിക്കണം എന്നാണ് ചട്ടം കെട്ടിയത്. എന്നിട്ട് സീത രാമൻ വധിക്കപ്പെട്ടു എന്ന് കേട്ടാൽ പിന്നെ പരാശ്രയം ഇല്ലാത്തവളായ സീത വേറെ ഗതിയൊന്നുമില്ലാതെ തന്നെ പ്രാപിച്ചുകൊള്ളും, തന്നെ സ്വീകരിച്ചുകൊള്ളും എന്നാണ് രാവണൻ്റെ വിചാരം. ഇതൊക്കെയാണ് 31ാമത്തെ സർഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിദ്യുജ്യുഹനോട് ചട്ടം കെട്ടിയിട്ട് രാവണൻ സീതയുടെ സമീപം ചെന്നു. എന്നിട്ട് തതോ രാക്ഷസമാല എന്നിട്ട് ഇതിന് മോഹയിഷ്യാഹവേ സീത മായാജനകാത്മജാം, ജനകപുത്രിയായ അവളെ മായ കൊണ്ട് നമുക്ക് മോഹിപ്പിക്കാം എന്നാണ് വിദ്യുജ്യുഹനോട് പറഞ്ഞത്. അത് പ്രകാരം രാവണൻ ആദ്യം ചെന്നു. അവിടെ ചെന്നിട്ട് തതോ ദീനാം അദൈന്യർഹാൻ ദർശന ദാനുജ, കുബേരൻ്റെ സഹോദരനായി രാവണൻ ദർശനീയതമയായിരിക്കുന്ന വളരെ ദീനഭാവത്തിരിക്കുന്നവളായ സീതയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഇതം വചനം ദൃഷ്ടം ഉവാച ജനകാത്മജാം, അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. കാരണം അവൾ വളരെ ദയനീയായിരിക്കുകയാണ്, ഭർത്താവിനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ്. 1 വർഷത്തോളം ആവാറായി. എത്രയും കാലം കഴിക്കുന്ന ആളോട് യാതൊരു ദയോ ആനുകൂല്യമോ കാണിക്കാതെ, അതിനി ഭർത്താവ് മരിച്ചു എന്നുള്ള വാസ്തവമാണെങ്കിൽ തന്നെ ഇത്ര പരുഷമായും നിർദ്ദയമായ ആരും പറയില്ല. രാക്ഷസീയമായ ബുദ്ധിയും അവളുടെ കാമാവേശം കൊണ്ടാണ് രാവണൻ ഇതൊക്കെ പറയുന്നത്. രാവണൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, നീ ഇനി വളരെ കാലം അവളെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഞാൻ നിന്നോട് എത്രയോ നല്ല വാക്കുകൾ പറഞ്ഞു, പലതും നിനക്ക് വാഗ്ദാനം ചെയ്തു, പക്ഷെ നീ എന്നെ സ്വീകരിച്ചില്ല. ഇപ്പം ഇതാ നീ ആരെയാണോ കാത്തിരിക്കുന്നത്, ആരോടുള്ള സ്നേഹവും വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ബലത്തിലുള്ള വിശ്വാസം കൊണ്ടാണോ കാത്തിരിക്കുന്നത്, അയാൾ ഇതാ വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അയാളെ വേരോടെ പിഴുതെറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും എന്ത് ചെയ്യൂ, എനിക്ക് കീഴടങ്ങൂ. എൻ്റെ എല്ലാ ഭാര്യമാരിലും വെച്ചിട്ട് പ്രധാനപ്പെട്ടവളായിട്ട് നിനക്കിരിക്കാം. അതുകൊണ്ടല്ലയോ പണ്ഡിതമാനിനിയൊക്കെ, നീ വലിയ അറിവുള്ളവളാക്കെ വിചാരിക്കുന്നവളാണ്. വ്യസനേനാത്മനേ സീതേ മമ ഭാര്യ ഭവിഷ്യസി വിസദ്യൈത അമ്മതി മൂഢേ കിം മൃതേന കരിഷ്യസി. അതേ മൂഢബുദ്ധിയായവളെ, മരിച്ചവൻ ഇനി എന്ത് ചെയ്യാനാണ്, ഇനി അവരെ കാത്തിരിക്കേണ്ടതാണ്. രാമൻ
കൊല്ലപ്പെട്ട് കഴിഞ്ഞൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അവിടെ ഇരിക്കുമോ. എന്നിട്ട് കുറേ പ്രലോഭനങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു. തൻ്റെ ഐശ്വര്യത്തെ പറ്റിയും തൻ്റെ ദിഗ്വിജയത്തെ പറ്റിയും ലോകത്തിലെ സുഖഭോഗങ്ങളൊക്കെ എനിക്ക് കൈപ്പിടിയിലാണ്, അങ്ങനെ ഇരിക്കുന്ന എന്നെ ആയിരിക്കുമോ. ഇനി അഥവാ നീ രാമൻ്റെ വധത്തെക്കുറിച്ച് വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിന് തെളിവ് തരാം എന്നുള്ള മട്ടിലാണ് ഒരു ഭരണ പറഞ്ഞയച്ചിട്ട് വിദ്യുജ്ജിഹനോട് അത് കൊണ്ടുവരാൻ പറയുകയാണ്, തല, രാമൻ്റെ തല. എന്നിട്ട് സീതയോട് പറഞ്ഞു, എങ്ങനെയാണ് ഇതൊക്കെ എത്ര വേഗം സാധിച്ചതെന്ന് സീത അത്ഭുതപ്പെടുമല്ലോ. അപ്പോൾ പറഞ്ഞു, സുഹേല പർവ്വതത്തിൻ്റെ താഴ്വരയിലെ ഈ സമുദ്രമൊക്കെ കടന്നു വന്ന ക്ഷീണം കൊണ്ട് രാമനും അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് വരുന്ന വാനരന്മാരൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയ സമയത്ത് മഹാപാർശ്വൻ്റെ നേതൃത്വത്തിൽ അനുമതി രാക്ഷസന്മാർ എന്നിട്ട് രാമൻ്റെ കഴുത്തറക്കുകയാണ് ചെയ്തത്. രാമൻ്റെ മാത്രമല്ല, അംഗദൻ, സുഗ്രീവൻ, ഹനുമാൻ മുതലായ പ്രബലന്മാരായ വാനരന്മാരെ മുഴുവൻ ഇടിച്ചും ചതച്ചും വെട്ടിയും ഒക്കെ കൊലപ്പെടുത്തി കഴിഞ്ഞു. ഒരു നിദ്രാധീനരായതുകൊണ്ടാണ് ഇത് വേഗത്തിൽ സാധിച്ചത്. അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നവരെ പോയി വധിക്കുകയാണ് ചെയ്തത്. ഇതാ തെളിവായിട്ട് കാണിക്കാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വിദ്യുജ്ജിഹം വന്നു. വിദ്യുജ്ജിഹം തൻ്റെ മായ കൊണ്ടുണ്ടാക്കിയ ശ്രീരാമൻ്റെ ശിരസ് സീതയ്ക്ക് മുമ്പിൽ വെച്ചു. ശ്രീരാമൻ്റെ നിന്ന് പ്രസിദ്ധമായ വില്ലും കാണിച്ചു കൊടുത്തു. ആ രാമൻ്റെ വില്ല് ഞങ്ങൾ തട്ടിപ്പിടിച്ചെടുത്തതാണ്. ഈ പ്രഹസ്തനാണ്, ഈ വിദ്യുജ്ജിഹനാണ് പ്രഹസ്തനടുത്തെടുത്ത തല ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പറയുകയും ചെയ്തു. അതോടുകൂടി സീത വളരെയധികം വ്യാമുഖ്യായി. അവൾ ആപ്പാടെ ദുഃഖം കൊണ്ട് അതിദീനമായി വിലപിച്ചു. ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് സീത വിലപിക്കുന്നതാണ് ഇന്നത്തെ അധ്യായം മുഴുവനുള്ളത്. അത് പല ദിക്കിലും കാണുന്ന പോലെ വിലാപത്തിലുള്ളത്. അല്ലയോ ഭർത്താവെ, തങ്ങൾ എന്നെ നോക്കാതെ എന്താണ്, ഞാൻ ഇത്രയധികം പാപിയായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരയാൻ. അങ്ങ് വളരെ കാലം ജീവിക്കുമെന്നും അങ്ങയ്ക്ക് ദീർഘായുസുണ്ടെന്നും അങ്ങ് ലോകം മുഴുവൻ ഭരിക്കുന്നൊക്കെ ദൈവജ്ഞാന ആളുകൾ പറഞ്ഞതാണ്. അതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ. കൂട്ടത്തിൽ കൈകൈ കുറേ നിന്ദിക്കുന്നത് നമുക്ക് കാണാം. കൈകൈ കാരണമാണല്ലോ വനത്തിലേക്ക് വരേണ്ടി വന്നു, എനിക്ക് ഈ വിധിയൊക്കെ ഉണ്ടായത് എന്നുള്ള ആ ദ്വേഷം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. നേരത്തെ ഭരതനൊക്കെ മടങ്ങിപ്പോകുമ്പോഴും ഒക്കെ നല്ല വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ക്രോധം ഉള്ളിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇങ്ങനത്തെ അപകട സമയത്തൊക്കെ ആ കൈകൈക്കെതിരായ രോഷം പുറത്തു വരികയാണ്. അവൾ പറയുന്നത്, അല്ലയോ കൈകൈ, നീ സുഖമായിരിക്കുമോ, നിൻ്റെ കലഹശീലം കൊണ്ടാണ് ആര്യപുത്രൻ ഇങ്ങനെ വന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ആ പഴയ കഥകളൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കൈകൈയോട് ചെയ്തിട്ടുള്ള അതിക്രമവും കൈകൈയുടെ വാക്കുകൊണ്ടാണ് തങ്ങൾക്ക് രാജ്യം വിട്ട് കാട്ടിലേക്ക് വരേണ്ടി വന്നതെന്നുള്ള വിചാരവും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് പറയുകയാണ്, നീ സുഖമായിരിക്കുമോ, നിൻ്റെ ഈ ദുർബുദ്ധി കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യേണ്ടി വന്നത്, ഞങ്ങൾക്ക് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായി, അതായത് നീ സുഖമായിരിക്കുമെന്ന് ആവർത്തി പറയുന്നതാണ്. സഖാമാഭവ കൈകേയി ഹതോയം കുലനന്ദന കുലമുത്സാദിതം സർവാ ത്വയാ കലഹശീലയാ. കലഹപ്രിയ നിൻ്റെ സ്വഭാവം കൊണ്ടാണിതാ ആ കുലനന്ദനായിരിക്കുന്ന രാമൻ വധിക്കപ്പെട്ടു കഴിഞ്ഞു. ആരെന്നേക്കും കൈകയ്യാകതൻ രാമേണ വിപ്രിയം എന്നിട്ട് പറഞ്ഞൊക്കെ ഇപ്പോൾ പറയാണ്. യഥാർത്ഥം ഈ രാമൻ നിനക്ക് എന്ത് വിപ്രിയമാണ് ചെയ്തത്? എല്ലാവർക്കും പ്രിയദർശനായിരിക്കുന്ന രാമൻ കൈകൈ നിന്നോട് എന്ത് ചെയ്തു? നീ എന്തിനാണ് തന്മയാ ചീരവസനം ദത്വാ പ്രംവ്രാജിതോപനം, എല്ലാവർക്കും നന്മ മാത്രം ആഗ്രഹിക്കുന്ന നന്മ മാത്രം ചെയ്യുന്നവനായ രാമനെ വനക്കലം കൊടുത്ത് കാട്ടിലേക്ക് നീ പറഞ്ഞേച്ച എന്തിനാണ്? ഇതൊക്കെ പലതും പറഞ്ഞു. കാരണം ശോകപരിതപ്തി ആയതുകൊണ്ട് ഇതൊക്കെയാ പറയുന്നതൊന്നും അവർക്ക് തന്നെ വേണ്ടത്ര നിയന്ത്രണം ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിലും ഭർത്താവ് ആദ്യം മരിച്ചു പോകാന്നുള്ളത് പോലെ ദുരിതം സ്ത്രീക്ക് എന്താണ് വരാനുള്ളത്? പ്രഥമം മരണം ഭാര്യ ഭർത്തൃ വൈഗുണ്യം ഉച്ചതേ. വളരെയധികം പ്രായമൊക്കെ ആയിട്ടാണ് പിന്നെ അത് സഹനീയമാണ്. ഇപ്പം അങ്ങനെയല്ലോ. എനിക്ക് ആ ഭർത്താവ് ഇഷ്ടപ്പെട്ട ഞാനെന്ത് ചെയ്യും, ഉദ്ദിഷ്ടം ദീർഘമായുസ്തേ ദൈവജ്ഞൈരവിരാഘവ എന്നൊരു കാര്യം പറയുന്നുണ്ടത്. അങ്ങ് ദീർഘായുസുള്ളവനായി തീരുമെന്ന് ദൈവജ്ഞന്മാർ പറഞ്ഞാണല്ലോ, ഒക്കെ വെറുതെ ആയി തീർന്നു, എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്നില്ലല്ലോ എന്നൊക്കെ സാധാരണ പറയുന്ന പോലെ പറയുകയും ചെയ്തു. പറഞ്ഞു, അങ്ങ് എന്നേക്കാൾ പ്രിയ ഈ ഭൂമിയോടാണ് എന്ന പോലെ ഭൂമിയിൽ ഒട്ടിക്കിടക്കുകയാണല്ലോ, തല ഭൂമിയിൽ വെച്ചതാണ്, നിലത്ത് വെച്ചാണ്. എന്നിട്ട് പറയാൻ, അങ്ങനെ എന്തുകൊണ്ടാണ് എൻ്റെ നേരെ നോക്കാത്തത്, എന്താണ് ഉപേക്ഷിച്ച് കളയുന്നത്? പാണിഗ്രഹണം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരുമിച്ച് കഴിയാമെന്ന് പറഞ്ഞതാണല്ലോ. വിവാഹ ദൈവം വസുവിൻ്റെ കൈ പിടിച്ചിട്ട് പറയുമല്ലോ, ആ വാഗ്ദാനങ്ങളൊക്കെ ഇതാ വെറുതെ എത്തിയിരുന്നല്ലോ.
ഇനിയിപ്പോൾ ഈ ലക്ഷ്മണൻ മാത്രം തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ആ കൗസല്യോട് എന്ത് പറയും? താൻ ജീവൻ ഒടുക്കുമെന്ന് അവൾ തീരുമാനിച്ചു. രാമൻ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ട് ലക്ഷ്മണൻ മാത്രമാണ്. ലക്ഷ്മണൻ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത പോലെയാണ് പറയുന്നത്. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഏതായാലും നിവേദനുപ്രാഹസ്ഥം വാഹിനി ഇങ്ങനെയൊക്കെ സീത ദീർഘമായി വിലപിച്ചുകൊണ്ടിരിക്കുക. ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു ഭടൻ വന്നിട്ട് രാവണനോട് പറഞ്ഞു, ഹലോ രാജാവേ, പ്രഹസ്തൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്, എന്തോ അടിയന്തരമായ കാര്യങ്ങൾ അങ്ങേ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നിൽക്കുന്നത്, കൊണ്ട് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രഹസ്തൻ പ്രധാനപ്പെട്ട മന്ത്രിയും സേനാധിപനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം കാത്തിരിക്കുന്നു കേട്ടപ്പോൾ രാവണൻ തൽക്കാലം സീതയുടെ അടുത്തുനിന്ന് പോയി. ഇങ്ങനെ പോയപ്പോൾ ഈ തല കാണാതായി. അതായത് രാക്ഷസന്മാരുടെ ഈ മായൊക്കെ അവരുടെ സാന്നിധ്യത്തിലേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ്. രാവണൻ പോയപ്പോൾ എന്ത് ചെയ്തു? രാമൻ്റെത് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവച്ച ശിരസും രാമൻ്റെത് എന്ന് പറഞ്ഞ വില്ലൊന്നും കാണാതായി. അപ്പോൾ അത് മായ എന്നാർക്കും മനസ്സിലാവുന്നത് മായ കൊണ്ടുണ്ടാക്കിയതാണ്. അത് രാവണൻ്റെ അസാന്നിധ്യത്തിൽ അതിലുണ്ടായി. അപ്പോൾ സീത അത് കണ്ടുവെങ്കിലും അവൾക്ക് അത് വേണ്ടപ്പോൾ അത്ര ബോധം ഉണ്ടായി തോന്നുന്നില്ല. ആ സമയത്താണ് സരമ എന്ന് പറയുന്ന ഒരു രാക്ഷസി സീതയെ ആശ്വസിപ്പിച്ചു. സീത എപ്പോഴും ഏറെക്കുറെ ബോധം നഷ്ടപ്പെട്ടവളോ പ്രജ്ഞ നഷ്ടപ്പെട്ടവളോ പോലെ കരയാൻ. അതുകൊണ്ട് ഈ സൂക്ഷ്മാംശങ്ങളൊന്നും സീതയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവണമെന്നില്ല. ഏതായാലും ആ സമയത്ത് രാവണൻ പോയി കഴിഞ്ഞപ്പോൾ സരമ എന്ന സ്ത്രീ, ഈ സ്ത്രീ വിഭീഷണ ഭാര്യയാണെന്ന് ഉത്തരകാണ്ഡത്തിൽ കാണാം. ഇവിടെ സരമ എന്നുള്ള രാക്ഷസി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ആ വിശേഷമൊന്നും പറയുന്നില്ല. അവൾ പറഞ്ഞു, സീതയെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, നീ പരിഭ്രമിക്കേണ്ടതില്ല, എനിക്ക് മറഞ്ഞു നിന്നിട്ട് രാക്ഷസന്മാരുടെ താല്പര്യം പിന്നെ വർത്തമാനമൊക്കെ അവർ കാണാതെ അറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ വെറും മായാവിദ്യ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ആ സീതയെ ആശ്വസിപ്പിക്കുന്നതാണ് 33-ാമത്തെ സർഗം മുഴുവൻ. മോഹിതാൻ രാക്ഷസേന്ദ്രേണ സീതാം പരമ ദുഃഖിതാം ആശ്വാസയാമാസ തഥാ സരമാ മൃദുഭാഷിണി. മൃദുഭാഷിണിയായ ആ സരമ അവൾ ആശ്വസിപ്പിച്ചു. അവൾ പറഞ്ഞു, സമാശ്വസിഹി വൈദേഹി മാവൃത്തെ മനസ്സോ വ്യഥ. അല്ലയോ സീത, നീ മനസ്സുകൊണ്ട് വിഷമിക്കരുത്. ഈ കണ്ടതൊന്നും യഥാർത്ഥത്തിൽ ശരിയായ കാര്യങ്ങളല്ല, ഇതൊക്കെ ഒരു മായ മാത്രമാണ്. അതുകൊണ്ട് സഹി സ്നേഹേന പ്രദ്ധീരൂമയാ സർവം പ്രതിശ്രുതം. ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് യഥാർത്ഥമായ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് രാക്ഷസന്മാർക്കുള്ള മായാവിദ്യ കൊണ്ട് മറന്നു നിൽക്കാനൊക്കെ സാധിക്കും. അങ്ങനെ രാവണനും മന്ത്രിമാനുമുള്ള ചർച്ചകളും അവരുടെ പദ്ധതികളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കൂ. വിക്രാന്തോ രക്ഷിതാത്യം ആത്മനസ്ഥവരസ്യജ. തന്നെയും തൻ്റെ അനുയായികളൊക്കെ തൻ്റെ ആത്മബലം കൊണ്ട് രക്ഷിക്കാൻ കഴിയുള്ളവനാണ് രാമൻ. അദ്ദേഹത്തെ ആർക്കും കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് നീ അത് പരിഭ്രമിക്കരുത്. ഹന്താ പരബലൗഹാനാം അചിന്ത്യബല പൗരുഷ നഹതോ രാഘവ ശ്രീമാൻ സീതയെ ശത്രു നിവർഗണ. ശത്രുക്കളെ കൊന്നെടുക്കുന്നവനായ ആ രാമൻ, അല്ലയോ സീതയെ, വധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ശോകസ്തേവികത സർവ കല്യാണം ദ്വാസ്ഥിതം. സീത, നിനക്ക് എല്ലാ മംഗളങ്ങളും വന്നു ചേരും. നീ ദുഃഖിക്കേണ്ടവളല്ല, നീ ഒരു തെറ്റും ചെയ്യാത്തവളാണല്ലോ. ഞാൻ വേണ്ടതുപോലെ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ദൃഷ്ടോമേവരിപൂർണ്ണാർത്ഥ ആകുസ്ത സഹ ലക്ഷ്മണ. ഞാൻ ആ രാമനെയും ലക്ഷ്മണനൊക്കെ കണ്ടതുമാണ്. ഒളിച്ചു പോയിട്ട് സൂക്ഷ്മശരീരിയായിട്ട് ഞാൻ അവരെയൊക്കെ അവിടെ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് നീ ഇന്ന് പരിഭ്രമിക്കരുതെന്ന് പറഞ്ഞു. സതാംശസ്ത്വ വിശാലാക്ഷീവ് പ്രവൃത്തിൻ്റെ അക്ഷതാധിപ ഏഷ മന്ത്രയതേ സർവൈ സജീവൈ സഹ രാവണ. ഇനി ഞാനെന്ത് ചെയ്യാം, ഇനിയും അവരെന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ കണ്ടറിഞ്ഞ് നിന്നോട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഇങ്ങനെ സരമ പറഞ്ഞുകൊണ്ടിരിക്കുക പുറത്തുനിന്ന് വലിയ സൈന്യങ്ങളുടെ കോലാഹലം കേട്ടു. വാനരന്മാരുടെ ആർപ്പുവിളികളും യുദ്ധത്തിന് വേണ്ടിയിട്ട് ഭേരീനാദങ്ങൾ മുഴക്കുന്നതും യുദ്ധത്തിൽ വലിയ പരിമറയൊക്കെ കൂട്ടുന്നത് ആൾക്കാരുടെ കരച്ചിലൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ദീനരോധനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ യുദ്ധം ചെയ്യുന്ന ഭടന്മാർക്ക് ആവേശമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ രാമൻ വധിക്കപ്പെട്ടു, രാക്ഷസന്മാർക്ക് സർവ്വവിജയം ഉണ്ടായിക്കഴിഞ്ഞില്ല, പിന്നെ ഈ കോലാഹലങ്ങൾക്കൊന്നും അർത്ഥമില്ല. അതുകൊണ്ട് രാമനും ലക്ഷ്മണനും വധിക്കപ്പെട്ടിട്ടില്ല. വാനരന്മാരൊക്കെ ആർത്തട്ടസിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഇതൊക്കെ വെറുതെയാണ് പറഞ്ഞതെന്ന് സീതയെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതാ കേട്ടില്ലേ, സൈനിക സന്നാഹങ്ങളൊക്കെ ഒരുങ്ങുകയാണ്, യുദ്ധത്തിനുള്ള ഒരുമ്പിടലുകളാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അതിനെ ആ യുദ്ധത്തിന്
എല്ലാ ഒരുക്കങ്ങളൊക്കെ അവിടെ സ്ത്രീ പറയുന്നുണ്ട്. ആയുധങ്ങൾ, പരിചകൾ, കവചം, തേര്, കുതിര, ആനപ്പടകൾ ഇതൊക്കെ ആയിട്ട് എന്താ ഘണ്ടാനാദഘോഷം കേൾക്കൂ. വലിയ പെരുമ്പറൊക്കെ അടിക്കുന്ന കേട്ടില്ലേ? അതൊക്കെ യുദ്ധത്തിന് ആളുകളെ പ്രേരിപ്പിക്കാനും ഉത്സാഹപ്പെടുത്താനും വേണ്ടിയുള്ളതാണ്. രാക്ഷസർക്ക് വിപൽക്കാലമാണിപ്പോൾ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ രാവണനൊക്കെ പറഞ്ഞു തരാണ്ട് ഇതൊന്നും വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നീ പരിഭ്രമിക്കേണ്ടത് നിന്റെ ഭർത്താവായിരിക്കുന്ന ആ രാമൻ ശത്രുഹന്താവായി വിജയിക്കുക ചെയ്യും, ശത്രുക്കളെ കൊന്നിട്ട് വിജയിക്കുക ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചു. ഏറെ മാസങ്ങളായി നീ ഒറ്റയായി മടഞ്ഞിട്ടിരിക്കുന്ന അരക്കെട്ട് വരെ നീളമുള്ളതായി തലമുടി ആ രാമൻ അഴിക്കുക ചെയ്യും. കെട്ടിവെച്ച തല അഴിക്കും, തലമുടി അഴിക്കും എന്നർത്ഥം. അതുകൊണ്ട് നിന്നെ വന്നിട്ട് ആ രാമൻ സമാധാനിപ്പിക്കും. എങ്ങനെയാണോ വേനൽക്കാലം കൊണ്ട് വരണ്ടുപോയ ഭൂമിയെ മഴ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നത്, അതേപോലെ നിന്നെ ആശ്വസിപ്പിക്കാൻ ആ രാമൻ വരാതിരിക്കില്ല എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. അവിടെ നീ പരിഭ്രമിക്കരുത്, ഒന്നുകൊണ്ട് വിഷാദിക്കാനില്ല. സഭാജിതാത്വം രാമേണ മോദിഷ്യസി മഹാത്മാവായിരിക്കുന്ന രാമൻ നിന്നെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യും. അവിടെ തിരിച്ചു വരുന്നതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം തൽക്കാലത്തേക്ക് സരമാഹ്ലാദയാമാസ മഹിം ദഗ്ധാമി വംഭസ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ സരമ നേരത്തെ പറഞ്ഞ ഉദാഹരണം പറയുകയാണ്. വരണ്ട ഭൂമിയെ മഴവെള്ളം എങ്ങനെയാണോ ആസ്വദിക്കുന്നത് പോലെ ആസ്വദിപ്പിച്ചു. എന്നിട്ട് വീണ്ടും സരമ പറഞ്ഞു, അല്ലയോ കരൾമിഴിയാളെ, കരിമിണിയായിരിക്കുന്നവളെ, നീ ഒന്നുകൊണ്ടും പരിഭ്രമിക്കാനില്ല. ഞാൻ ചെന്നിട്ട് രാമനെ പ്രച്ഛന്നയായിട്ട്, അതായത് മറന്നു നിന്ന് പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സീത സൗമ്യമായി തൽക്കാലത്തെ ഈ ശോകത്വ ദുഃഖഭാരങ്ങളൊക്കെ ഒതുക്കിയിട്ട് പറഞ്ഞു, ഭവതിക്ക് ആകാശത്തോടെ സഞ്ചരിക്കാനും രസാതലത്തിലെത്താനും ഒക്കെ കഴിയുമെന്ന് എനിക്കറിയാം. സരമ ആവശ്യപ്പെടുന്നത് കൊണ്ട് രാമന് വേണമെങ്കിൽ എന്തെങ്കിലും സന്ദേശം സീതയിൽ നിന്ന് താൻ സ്വീകരിച്ചിട്ട് രാമൻ അറിയിക്കാം എന്നുകൂടിയാണ്. അപ്പോൾ സീത പറഞ്ഞു, നേരത്തെ ഹനുമാനോട് സന്ദേശമൊക്കെ പറഞ്ഞയച്ചു കഴിഞ്ഞാണല്ലോ. അപ്പം അങ്ങനെ ഇരിക്കെ ഈ രാക്ഷസിയോട് വീണ്ടും സന്ദേശം പറഞ്ഞേക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, തെറ്റിദ്ധാരണകൾക്കൊക്കെ ഇടയാവും. ചിലപ്പോൾ ഈ രാക്ഷസി ദുരുപയോഗം ചെയ്യുമെന്ന് പറയാനാവില്ല. അവളായിട്ട് അത്രയല്ലേ പരിചയമുള്ളൂ. അവിടെ സീത പറഞ്ഞു, നീ സന്ദേശങ്ങളൊന്നും എനിക്ക് വേണ്ടി കൊണ്ടുപോകണമെന്നില്ല, കാര്യങ്ങളൊക്കെ വന്ന് അവിടെ ചെന്ന് കണ്ട് എന്നെ അറിയിക്കൂ എന്നാണ് സീത പറയുന്നത്. അല്ല രാമനായിട്ട് പ്രത്യേക സന്ദേശങ്ങളൊന്നും നിന്റെ കൈവശം തരേണ്ട കാര്യമില്ല എന്നർത്ഥം. അതൊക്കെയാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ആ സരമ പോയി, സരമ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്, അവൾക്ക് യഥാർത്ഥത്തിൽ ആദ്യമേ കാര്യങ്ങളൊക്കെ അറിയാം. അവൾ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ആ രാവണനോട് മന്ത്രിമാരും പലരും നിന്നെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അയാൾ എന്താ ചെയ്യുന്നത്? ഏവം സമന്തിവൃദ്ധൈശ്ച മാത്രാച ബഹുബോധിത നത്വാമുത്സഹതേ മോക്തും. ഇങ്ങനെ മന്ത്രിവൃദ്ധന്മാരും രാവണൻ്റെ അമ്മ ഒക്കെ പറഞ്ഞു സീതയെ വിട്ടുകൊടുക്കാനാണ് പറയുന്നത്. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നില്ല? നത്വാ ഉത്സഹതയെ മോക്തും, നിന്നെ മോചിപ്പിക്കാൻ, നിന്നെ വിട്ടുകൊടുക്കാൻ ആ രാവണൻ തയ്യാറില്ല. യുദ്ധം ഉണ്ടാവുന്നതാണ് വിചാരിക്കേണ്ടത് എന്നൊക്കെ പറയുകയും ചെയ്തു. എന്തായാലും നീ പരിഭ്രമിക്കേണ്ട. നിഹത്യ രാവണം സംഖ്യേ സർവഥാ നിശ്ചിതൈ ശരൈ. നിശ്ചിതങ്ങളായിരിക്കുന്ന കൂർത്തുമൂർത്ത അസ്ത്രങ്ങളെ കൊണ്ട് ആ രാവണനെ വധിച്ചിട്ട് നിന്നെ രാമൻ അയോധ്യയിലേക്ക് കൊണ്ടുപോകാതിരിക്കില്ല. പ്രതിനേഷ്യതി രാമസ്വാം അയോധ്യാം സിതേക്ഷണേ. സുന്ദരി, ആ രാമൻ ജയിക്കുക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അയാൾ സമാധാനിപ്പിച്ചു. ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക ഗംഭീരമായ ഘോഷങ്ങളൊക്കെ കേട്ടു. ശ്രുത്വാതും വാനരസൈന്യനാദല്ലങ്കാഗതാ രാക്ഷസരാജഭൃത്യാ ഹതോജസോ ദൈന്യവരീതജ്യേഷ്ഠ ശ്രേയോന പശ്യന്തി തപസ്യ ദോഷാൽ. ഇങ്ങനെ ഈ യുദ്ധത്തിൻ്റെ സന്നാഹങ്ങളൊക്കെ കേട്ടോ. ആ ബഹളം കേട്ടപ്പോൾ അയോധ്യയിൽ തന്നെയുള്ളതായ ജനങ്ങൾ എന്ത് പറഞ്ഞു? ഈ രാവണൻ്റെ ദോഷം കൊണ്ട് രാക്ഷസന്മാർക്ക് നാശം വരാൻ പോവുകയാണെന്ന് പറഞ്ഞു. കാരണം പലർക്കും ഈ യുദ്ധം രാവണൻ ജയിക്കാൻ സാധിക്കുന്ന വിചാരം ഉണ്ടായില്ല എന്നർത്ഥം. അപ്പോൾ അവരെന്ത് വിചാരിച്ചു? ഹതൗജസോ ദൈന്യവരീത ജ്യേഷ്ഠ, ദീനന്മാരായിട്ട് എന്താ അവർ വിചാരിച്ചത്? ശ്രേയോ നവശ്യന്തി നൃപസ്യ ദോഷാൽ, രാജാവിൻ്റെ ദോഷം കൊണ്ട്, രാക്ഷസരാജാവായ രാവണൻ്റെ അപനയം കൊണ്ട് രാക്ഷസന്മാർക്ക് ദോഷം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് വിചാരിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് 34 വരെയുള്ള സർഗങ്ങളിൽ പറഞ്ഞു. 35 പ്രസിദ്ധമായിട്ടുള്ളൊരു മാല്യവാൻ്റെ ഉപദേശമാണ്. ഈ മാല്യവാൻ എന്ന് പറയുന്നത് ആള്
രാവണൻ്റെ ഭാര്യയായ മണ്ഡോദരിയുടെ, രാവണൻ്റെ അമ്മയായ കൈകസിയുടെ അച്ഛനാണ്, അമ്മയുടെ അച്ഛനാണ്, മാതാമഹൻ എന്ന് പറയും. അമ്മയുടെ അച്ഛനായ മാല്യവാൻ വന്നിട്ട് രാവണനെ ഉപദേശിക്കുന്നതാണ്. പലരും രാവണനെ യഥാകാലം ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ രാവണൻ ആ ഉപദേശങ്ങളൊന്നും കൈക്കൊണ്ടില്ല എന്ന് നേരത്തെ കാണാം. സുഖസാരന്മാർ അങ്ങനെ പലരും ഉപദേശിച്ചിട്ടുണ്ട്. അതൊന്നും രാവണൻ കൈക്കൊള്ളുന്നില്ല. ഇവിടെ തൻ്റെ അമ്മയുടെ പിതാവായ മാല്യവാൻ്റെ ഉപദേശമാണ് 35 സർഗത്തിൽ. മാല്യവാൻ യുദ്ധസന്നാഹങ്ങളൊക്കെ അറിഞ്ഞിട്ട് അധികമായി യുദ്ധം നടക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. രാക്ഷസന്മാരുടെ നാശകാലമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് രാക്ഷസവംശത്തിന്, രാവണനെ മാത്രമല്ല രാക്ഷസവംശത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മാല്യവാൻ അവിടെ വന്നു. രാവണോ രാക്ഷസേശ്വര അഥതാൻ സജീവാൻ തത്ര സർവാനാഭക്ഷ രാവണ സഭാം സന്നാഥൻ സർവാമിത്യുവാത മഹാബലാം. അപ്പോൾ സഭ മുഴങ്ങത്തക്ക രീതിയിൽ ഈ രാവണൻ കേമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോരൻ ആരെയും, ആ രാവണൻ പ്രത്യേകിച്ച് ആരെയും നിന്ദിക്കാതെ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, നിങ്ങൾ രാമൻ കടൽ കടന്നെത്തി എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് അവരെ നേരിടാൻ വേണ്ടിയിട്ട് വേണ്ടതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഈ മഹാബുദ്ധിമാനായ രാവണൻ്റെ മാതാമഹനായ മാല്യവാൻ വന്നിട്ട് ഉപദേശിക്കുന്നത്. അവിടെ പറയാം, തതസ്തു സുമഹാപ്രാജ്ഞോ മാല്യവാൻ നാമ രാക്ഷസ രാവണസ്യ വധശ്രുത്വാ ഇതി മാതാമഹോ ബ്രവിൽ. മാതാമഹൻ, മാതാവിൻ്റെ അമ്മയുടെ അച്ഛൻ എന്നർത്ഥം. അദ്ദേഹം പറഞ്ഞു, അല്ലയോ രാജാവേ, തൻ്റെ മകളുടെ മകനാണെങ്കിലും അധികാരം കൊണ്ട് മേലിരിക്കുന്ന ആളാണ്. രാജാക്കന്മാരുടെ ആ പ്രൗഢിയൊക്കെ മാനിക്കാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് പറയാണ്, അല്ലയോ രാജാവേ, അങ്ങ് മനസ്സിലാക്കേണ്ടത് അപനയം കൊണ്ട് കാര്യമില്ല. അങ്ങ് വിദ്യ സ്വഭിവിനീതോയോ രാജൻ നയാനുഗ. നീ നായൊക്കെ അറിയുന്നവനാണ്, വിദ്യാഭ്യാസമുള്ളവൻ, സിദ്ധിച്ചിട്ടുള്ള ആളാണ്. പല ദിക്കിലും രാമായണങ്ങളിൽ കാണാം രാവണൻ വേദാഭ്യാസമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള നീ എന്ത് ചെയ്യണം, ഈ അപകടകരമായ സംഗതികൾക്ക് ഒന്നും ഒരുങ്ങി പുറപ്പെടരുത്. കാലോചിതമായിട്ട് വേണം ശത്രുക്കളോട് യുദ്ധം ചെയ്യാനും സ്വപക്ഷത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനൊക്കെ. ശത്രുവിനേക്കാൾ താഴെയാണ് താഴ്ന്ന വരുന്ന ഘട്ടത്തിൽ അവരെ സന്ധി ചെയ്യാം. സന്ധി ചെയ്യുന്നതിന് ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കരുതെന്നൊക്കെയാണ് മാല്യവാൻ പറയുന്നത്. രാമൻ്റെ അസ്ത്രവൈദഗ്ധ്യങ്ങളും രാമൻ ജനസ്ഥാനത്ത് വെച്ച് 14,000 രാക്ഷസന്മാരെ ഒറ്റയ്ക്ക് നേരിട്ടു എന്നുള്ളതൊക്കെ അപ്പോഴേക്ക് ലോകവിഖ്യാതമാണ്. ഇതൊക്കെ അറിയുന്നവനായ മാല്യവാൻ പറഞ്ഞു, അതുകൊണ്ട് രാമനോട് സഖ്യം ചെയ്യാണ് നല്ലത്. ഈ സഖ്യം ചെയ്യാന്ന് പറയുന്നത് വല്ല മോശമായിട്ട് കരുതേണ്ട കാര്യമില്ല. ഈ ശത്രുതയ്ക്കൊക്കെ ഇടയുണ്ടായത് നീ ആ സീതയെ അപഹരിച്ചുകൊണ്ടാണ്. അത് തീർന്നു കഴിഞ്ഞാൽ, ആ വിരോധം തീർന്നു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യൂ, ആ സീതയെ മടക്കി കൊടുത്തേക്കൂ. വ്യക്തമായിട്ട് പറഞ്ഞു. തന്മകൻ രോചതേ സന്ധി സഹരാമേണ രാവണ തഥാ അർത്ഥമഭിയുക്തോസി സീത തസ്മൈ പ്രതീയതാം. സീതയെ അത് തിരിച്ചു കൊടുക്കൂ. സീതയെ കൊടുത്തു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല, രാക്ഷസന്മാരുടെ നാശം ഒഴിവാക്കാം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ധർമ്മമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇന്നത്തെ എനിക്കിപ്പോൾ ധർമ്മമൊക്കെ രാമൻ്റെ പക്ഷത്തും അധർമ്മമൊക്കെ രാവണൻ്റെ പക്ഷത്തുമാണ്. ധർമ്മോ ഹി ശ്രൂയതേ പക്ഷ അമരാണാം മഹാത്മനാം അധർമ്മോ രക്ഷസാം പക്ഷോ അസുരാണം രാക്ഷസ. പണ്ടേ പറയാറെങ്ങനെയാണ്, അധർമ്മം അസുരന്മാരുടെ പക്ഷത്തും ധർമ്മം ദേവന്മാരുടെ പക്ഷത്തും നിൽക്കുന്നതാണ്. അതുകൊണ്ട് ധർമ്മമുള്ളവനെ ജയിക്കുള്ളൂ. അതുകൊണ്ട് നീ യുദ്ധത്തിന് പുറപ്പെടരുതെന്നാണ് കുറച്ച് വിസ്തരിച്ചെന്നെ പറഞ്ഞു. അതുകൊണ്ട് നീക്ക് ഈ അപകടമൊക്കെ വന്ന കാരണം നീ ധർമ്മത്തെ നിഹനിച്ചതുകൊണ്ടാണ്. അധർമ്മത്തെ നീ സ്വീകരിക്കുകയും ചെയ്തു. അധർമ്മ പ്രഗൃഹീതശ്ച തേനാ അസ്മദ്ദരിനെ ധർമ്മോപി നിഹതോ മഹാൻ. മഹത്തായിരിക്കുന്ന ധർമ്മത്തെ നീ ലംഘിച്ചു, അധർമ്മത്തെ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ദോഷമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ്. അഗ്നികൽപ്പന്മാരായ ഋഷികളുടെ യജ്ഞത്തിന് നീ വിഷമങ്ങളുണ്ടാക്കി. അഗ്നിയിൽ ഹോമിക്കുന്ന, അഗ്നി പോലെ ജ്വലിക്കുന്നവരായ ആ മഹർഷിമാരുടെ തേജസ്സിനെ നമുക്ക് അതിക്രമിക്കാൻ കഴിയില്ല. ആ തേജസ്സിനെയൊക്കെ നശിപ്പിച്ചളയാൻ വിചാരിച്ചു. അവരുടെയൊക്കെ വിരോധവും ശാപവും വാങ്ങി വെക്കുകയാണ് നീ ചെയ്തത്. ഇതൊക്കെയാണ് മാല്യവാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഓരോ ശ്ലോകമായിട്ട് പറയേണ്ടതില്ല. അവൾ പറഞ്ഞു, എനിക്കാണെങ്കിൽ ഞാനാകട്ടെ ഇപ്പോൾ വിചാരിക്കുന്നതാണ്,
പുരാണങ്ങളിൽ പലതിക്കും കാണുന്ന പോലെ കുറേ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് എന്നാണ് മാല്യവാനം പറയുന്നത്. നമുക്ക് അനുകൂലമായ ലക്ഷണങ്ങളല്ല കാണുന്നത്. ഇതൊക്കെ രാക്ഷസവംശത്തിന് നാശം ഉണ്ടാക്കുന്നതാണ്. ഉത്പാദാൻ വിവിധാൻ ദൃഷ്ട്വാ ഘോരാൻ ബഹുവിധാൻ ബഹുൻ വിനാശമനുപശ്യാമി സർവേഷാൻ രക്ഷസാമഹം. രക്ഷസുകൾക്ക്, രാക്ഷസന്മാർക്ക് പലതരത്തിലുള്ള വിനാശം ഉണ്ടാകുന്നതാണ് ഞാൻ കാണുന്നത്. ഉൽപാദാൻ ബഹുധാൻ എന്നൊക്കെയാണ്, ധാരാളം ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. ആ ദുർനിമിത്തങ്ങളെ പിന്നീട് വിസ്തരിക്കാൻ അത് പുരാണ ഇതിഹാസങ്ങളിൽ പല ദിക്കിലും ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ വർണ്ണിക്കുന്നതാണ്. എല്ലാ പുരാണങ്ങളിലും കാണാം. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? അതിഘോരമായ ഇടിവെട്ടുകളോടുകൂടി മേഘം ചൂടുള്ള മഴ ചോര പെയ്യ്ക്കുകയാണ്. വാഹനമൃഗങ്ങളൊക്കെ കണ്ണുനീർ വീഴ്ത്തുന്നു. ദുഷ്ടമൃഗങ്ങളും കുറുനരികളൊക്കെ പൊതുവീഥികളിലൊക്കെ യാതൊരു ഭയമില്ലാതെ ഭീകരമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. കറുത്ത പിശാച സ്ത്രീകൾ വെളുത്ത പല്ലിളിച്ച് കാട്ടിക്കൊണ്ട് വീടുകളൊക്കെ കവരുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. ഭവനങ്ങളിലെ പിതൃബലിക്കൊക്കെ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പട്ടികളൊക്കെ കടിച്ചുകൊണ്ട് പോകുന്നു. പശുക്കൾ കഴുതകളെ പ്രസവിക്കുന്നു. ഇതൊക്കെ ദുരിതകാലത്ത് ഉണ്ടാകുന്നതാണ്. മുഷ്കന്മാർ കീരികളിൽ നിന്ന് പിറക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എല്ലാ വ്യത്യാസങ്ങളും ഇല്ലാതെ പക്ഷിമൃഗാദികൾ പോലും ഇണചേരുന്നു. മാർജാരന്മാർ പുലികളോടും, അതായത് പൂച്ചകളാണ്, പൂച്ചകൾ പുലികളോടും, പന്നികൾ നായ്ക്കളോടും, കിന്നരന്മാർ രാക്ഷസന്മാരോടും മനുഷ്യന്മാരോടും ഇണചേരുന്നു. ഇതൊക്കെ ദുർലക്ഷണങ്ങളാണ്. ഇതൊക്കെ നാശത്തിൻ്റെ ഹേതുക്കളാണ്. വീടുകളിലെ തത്തകളൊക്കെ ചീജി കോജി എന്നൊക്കെ വിളിച്ചു പറയുന്നതൊക്കെയാണ്. ഇതൊക്കെ പല പുരാണം ഇതേ വാക്യനെ കാണാം. ചീജി കോജി ഇതിവാസന്ധ്യ ശാരിക വിശ്വസുസ്ഥിത. എന്തൊക്കെയോ അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു, പരിഹരിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദുർനിമിത്തങ്ങളാണ്. കാലോ ഗൃഹാണി സർവേഷാം കാലേ കാലേന വേണ്ടതേ ഏതാനന്യാനി ദൃഷ്ടാനി നിമിത്തന്യുൽപതന്തിജ. ഇങ്ങനെ അനേകം ദുർനിമിത്തങ്ങളെല്ലാം ദൃഷ്ടിയിൽപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധസന്നാഹത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് ഈ പറയുന്നതിനൊക്കെ താല്പര്യം. അത് വ്യക്തമായിട്ട് പറഞ്ഞു. ഈ രാമൻ യഥാർത്ഥത്തിൽ മനുഷ്യരൂപം പ്രാപിച്ച വിഷ്ണു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വിഷ്ണു മന്യാമഹേ രാമം മാനുഷൻ രൂപമാശ്രിതം. മനുഷ്യരൂപത്തെ ആശ്രയിച്ചിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാനുഷ മാത്രോസോ രാഘവോ ദൃഢവിക്രമ. ദൃഢവിക്രമനായിരിക്കുന്ന ഈ രാമൻ നീ വിചാരിക്കുന്നത് സാധാരണ മനുഷ്യനല്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് സഖ്യം ചെയ്യാൻ നല്ലത്, കലഹിക്കാൻ പുറപ്പെടാതിരിക്കാൻ നല്ലത്, സന്ധി ചെയ്യാൻ നല്ലത് എന്നൊക്കെ പലതിക്കലായിട്ട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഏനവത്ത സമുദ്രേവ സേതുസപ്പരമാത്ഭുത. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇത്രയധികം വലിയതായ സമുദ്രത്തിന് കുറുകെ പാലം കിട്ടുക എന്ന് പറയുന്നത് സാമാന്യമല്ല, അത്ഭുത പരമാത്ഭുതമാണ്. കുരുഷ്വതരാജേന സന്ധിൻ രാമേന രാവണ. അവിടെ രാവണ, രാമനുമായിട്ട് നീ സന്ധി ചെയ്യൂ. രാമനുമായിട്ട് സന്ധി ചെയ്യാണ് എല്ലാ അപകടങ്ങളും ഒഴിവാക്കാനും യുദ്ധം ഇല്ലാതാക്കാനുള്ള വഴി. അതിനാദ്യമായി ചെയ്യേണ്ടത് എന്താണ്? സീതയെ തിരിച്ചു കൊടുക്കലാണ്. ജ്ഞാത്വാവധാര്യ കർമാണി ക്രിയതാം ആയതീക്ഷമം. ഇതൊക്കെ ചെയ്യൂ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു, പല പ്രാവശ്യമായിട്ട് പറഞ്ഞു. ഇതം വജസ്തസ്യ നിഗദ്യമല്യവൻ പരീക്ഷരക്ഷോധിപതേന്മന പുന അനുത്തമേഷുത്തമ പുരുഷോ ബലി ബഹൂവതുഷ്ണിം സമവേക്ഷ രാവണം. ഇങ്ങനെ ആ മാല്യവാൻ സതുപദേശങ്ങൾ വേണ്ടത്ര കൊടുത്തെങ്കിലും അത് കേട്ടു എന്നല്ലാതെ തൽക്കാലത്തേക്ക് ഈ രാവണൻ ഒന്നും പറഞ്ഞില്ല എന്നർത്ഥം. നേരെ ഇതിനൊന്നും പറയാൻ പോയില്ല, പക്ഷെ അത് താൻ സ്വീകരിക്കുന്നുള്ളൊരു ഭാവം ഉണ്ടായില്ല. ഇതം വജസ്തസ്യ നിഗദ്യ മാല്യവാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മാല്യവാൻ രാവണൻ്റെ മനസ്സ് നന്നായി കണ്ടുവച്ചു. അപ്പോൾ തൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാവണൻ്റെ മുഖഭാവം, ആളുടെ പ്രതികരണമൊക്കെ കണ്ടിട്ട് മാല്യവാന് മനസ്സിലായി ഇയാൾ തൻ്റെ ഉപദേശമൊന്നും സ്വീകരിക്കില്ല എന്ന് മധ്യയായി. അതുകൊണ്ട് പിന്നീട് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് 35-ാമത്തെ സർഗം അവസാനിച്ചത്. ഇനി 2-3 സർഗം കഴിയുമ്പോഴേക്ക് യുദ്ധത്തിൻ്റെ പുറപ്പാടുകൾ, മാല്യവാനോട് തന്നെ രാവണൻ പറയുന്ന മറുപടി, അതൊക്കെയാണ്. അത് കഴിഞ്ഞാൽ യുദ്ധസന്നാഹമാണ്. കോട്ടകളൊക്കെ കെക്കാൻ വേണ്ടിയിട്ട്, ലങ്കയുടെ ഗോപുരദ്വാരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാവണൻ ഓരോ പ്രഖ്യാതരായ രാക്ഷസന്മാരെ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് മുതലായ ഗോപുരങ്ങളിലേക്ക് നിർത്തുന്നതും അങ്ങനെ യുദ്ധത്തിന് വേണ്ടിയുള്ള സർവ്വസന്നാഹങ്ങൾ വർണ്ണിക്കുകയാണ് ഇനിയുള്ളത്. അതൊക്കെ തുടർച്ചയായിട്ട് ഇനിയുള്ള പ്രഭാഷണങ്ങളിൽ കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.